കായിക താരങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് തികഞ്ഞ അവഗണന. നാഷണൽ ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കായി നടത്തേണ്ട പരിശീലന ക്യാമ്പ് ഇതുവരെ സംഘടിപ്പിച്ചിട്ടില്ലെന്ന പരാതിയുമായി കായിക താരങ്ങൾ രംഗത്ത്. സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ ഒഴിവാക്കുകയാണെന്നും കായിക താരങ്ങൾ പറയുന്നു. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിവരങ്ങൾ. അതായത് രോഹിണി, ഏറെ പ്രതീക്ഷയോടെയാണ് ഈ നാഷണൽ ഗെയിംസിലേക്കൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ കേരളത്തിലെ കുട്ടികൾ ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന നിലപാടുകളാണ് ഈ സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത്. ഇനി 2 ആഴ്ച മാത്രമാണ് ഈ നാഷണൽ ഗെയിംസിന് ബാക്കിയുള്ളത്. അതിനു മുന്നോടിയായി നടക്കേണ്ട പരിശീലന ക്യാമ്പ് നടന്നിട്ടില്ല എന്നാണ് കായിക താരങ്ങൾ തന്നെ പറയുന്നത്. ഇതിനു മുമ്പൊക്കെ തന്നെ ഈ നാഷണൽ ഗെയിംസ് നടക്കുന്നതിന് 1 മാസം മുൻപ് കൃത്യമായി തന്നെ ഇത്തരത്തിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അത് കായിക താരങ്ങളെ സംബന്ധിച്ച് അതവർക്ക് മത്സരത്തിൽ വലിയ മികച്ച പ്രകടനം നടത്താൻ കൂടി ഇത്തരത്തിലുള്ള പരിശീലന ക്യാമ്പ് സഹായകമായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പലതവണ ഇത്തരത്തിൽ കായിക താരങ്ങളും അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ തന്നെ സ്പോർട്സ് കൗൺസിലുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ക്യാമ്പ് ഉടൻ നടത്തും എന്നൊരു മറുപടി മാത്രമാണ് സ്പോർട്സ് കൗൺസിൽ ഇവർക്ക് നൽകിയിരുന്നത്. അങ്ങനെ മറുപടി നൽകി ഇപ്പോൾ ഏകദേശം 2 ആഴ്ച മാത്രമാണ് ഇനി നാഷണൽ ഗെയിംസ് നടക്കാനിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ പരിശീലന ക്യാമ്പ് നടത്താനുള്ള ഒരു സന്നദ്ധത അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. നമ്മുടെ ഈ നാഷണൽ ഗെയിംസിലൊക്കെ തന്നെ മെഡലുകൾ കരസ്ഥമാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നിരവധി കായിക താരങ്ങൾ ഉള്ളൊരു നാടാണ് കേരളം. പക്ഷെ അവർക്ക് ഇത്തരത്തിൽ ഈ മീറ്റിന് മുൻപ് നടത്തുന്ന ഇത്തരത്തിൽ പരിശീലന ക്യാമ്പ് അത് അവരെ സംബന്ധിച്ച് അവർക്ക് വലിയ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരെ ബോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്പോർട്സ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പരിശീലന ക്യാമ്പ് നടത്താനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവർ പറയുന്ന ഏറ്റവും അവസാനമായി നമ്മളടക്കം സംസാരിച്ച സമയത്ത് ഈ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ടവർ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു ന്യായീകരണം അല്ലെങ്കിൽ അവരുടെ വാദം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കാൻ സാധിക്കാത്തത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് നടത്താതിരിക്കുന്നതും എന്നുകൂടി അവർ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഈ കായിക താരങ്ങളോട് ഇത്തരത്തിലുള്ള ഒരു അവഗണന കാണിക്കുന്നത്. ഈ കായിക താരങ്ങൾ തന്നെ ചോദിക്കുന്നത് അത് തങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ അല്ലെങ്കിൽ ഇത്തരം സ്പോർട്സ് കൗൺസിലിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ അതിന് തങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? തങ്ങളുടെ ഒരു അവസരം കേരളത്തിന് നേട്ടമുണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ മെഡലുകൾ വാരിക്കൂട്ടാൻ പോകുന്ന കായിക താരങ്ങളാണ്. തങ്ങളോട് ഇങ്ങനെ കാണിക്കരുത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കായിക താരങ്ങൾ വികാരത്തോടെ പറയുന്നത്. എന്തായാലും ഇനി 2 ആഴ്ച മാത്രമാണ് ഇത്തരത്തിൽ നാഷണൽ ഗെയിംസ് നടക്കാനുള്ളത്. അതിനിടയിൽ എങ്കിൽ പോലും ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഈ സ്പോർട്സ് കൗൺസിൽ സർക്കാരും സന്നദ്ധത കാണിക്കണം എന്ന് കൂടിയാണ് ഈ കായിക താരങ്ങൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. രോഹിണി, ശരി. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.